71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും പുരസ്കാരങ്ങൾ പങ്കിട്ടു. റാണി മുഖർജിയാണ് മികച്ച നടി. മലയാളത്തിന് അഭിമാനമായി ഉള്ളൊഴുക്ക് സിനിമയിലെ പ്രകടനത്തിന് മികച്ച സഹനടിയായി ഉർവശിയെയും പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനായി വിജയരാഘവനെയും തെരഞ്ഞെടുത്തു. അതേസമയം മതധ്രുവീകരണം ലക്ഷ്യമിട്ട് സംഘപരിവാർ പ്രചരിപ്പിച്ച ദി കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 2023 പുറത്തിറങ്ങിയ 332 ചിത്രങ്ങളാണ് പരിഗണിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിന് ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസിയും അർഹരായി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ റാണി മുഖർജി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. Best Actress in a leading role goes to the Hindi film Mrs. Chatterjee vs. Norway. To the actress for her exceptional performance and portraying maternal love, resilience and cultural conflict with piercing emotional clarity and unwavering authenticity. The actress is Rani Mukherjee. Best Actor in a leading role is also a shared award. The first one going to the Hindi film Jawan, awarded to the actor for delivering a powerhouse performance, balancing raw intensity and emotional depth and bringing to life a hero who fights not just enemies but societal boundaries, creating two unforgettable cinema personas. Actor Shah Rukh Khan. The second shared award is for the Hindi film 12th Fail, for portraying with raw honesty and emotional depth the transformative journey of a village boy, once aimless, later unstoppable, who rises to become an IPS officer. The actor is Vikrant Massey. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച 12th ഫെയിലാണ് മികച്ച ചലച്ചിത്രം. മലയാളത്തിന് അഭിമാനമായി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി മികച്ച സഹനടിയായും പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ വിജയരാഘവൻ മികച്ച സഹനടനായും തെരഞ്ഞെടുത്തു. Best Actress in a Supporting Role is also a shared award. The first one is for the Malayalam film Ullulukku, to the actress for her portrayal with subtle resilience, conveying grief, regret and inner strength with minimal gesture, anchoring the story's haunting emotional core and elevating its narrative impact. It goes to the actress Urvashi ji. Best Actor in a Supporting Role is again shared. The first one is to Pukkalam, the Malayalam film, for portraying a nonagerian grappling with buried truths and rendering a performance of rare poignancy, imbued with quiet power, subtle humor and profound vulnerability. This supporting actor is Sri Vijay Raghavan. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. ഉർവശിക്ക് പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം പ്രതീക്ഷിച്ചില്ലെന്നായിരുന്നു ക്രിസ്റ്റോ ടോമിയുടെ പ്രതികരണം. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നാളത്തെ പ്രയത്നവും പരിശ്രമമൊക്കെയാണ് ഈ സിനിമ. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനൊരു ദേശീയ പുരസ്കാരത്തിനെ പറ്റി ആലോചിച്ചിരുന്നുണ്ടായിരുന്നില്ല. സിനിമ നന്നായി വരണം, ജനങ്ങളെ നന്നായി സ്വീകരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഉർവശി ചേച്ചീനെയും പാർവതിനെയും പോലെ രണ്ട് ബ്രില്യൻ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. ചേച്ചിയുടെ അംഗീകാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേക ജൂറി പരാമർശം മലയാളം വിഭാഗത്തിൽ MK രാംദാസ് പുരസ്കാരം നേടി. വയനാട്ടിലെ ചെറുവയൽ രാമനെ ആസ്പദമാക്കി നിർമ്മിച്ച നോൺ ഫീച്ചർ ചിത്രം നെഗലാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. പൂക്കാലം ചിത്രത്തിലൂടെ മികച്ച എഡിറ്ററായി മിഥുൻ മുരളിയെയും തെരഞ്ഞെടുക്കപ്പെട്ടു. 2018 എന്ന ചിത്രത്തിന് മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി. GV പ്രകാശാണ് മികച്ച സംഗീത സംവിധായകൻ. അതേസമയം രാജ്യത്ത് മതധ്രുവീകരണം ലക്ഷ്യമാക്കി സംഘപരിവാർ പ്രചരിപ്പിച്ച് വിവാദമായ ദി കേരള സ്റ്റോറിക്ക് മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രാഹകൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.